ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ +1 കഴിഞ്ഞ് +2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. +2 ചാപ്റ്റേഴ്സ് ആക്ച്വലി ബയോളജി ഭയങ്കര ഈസിയാണ്, മനസ്സിലാക്കി പഠിക്കാവുന്നതുള്ളൂ, ബൈ ഹാർട്ട് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സും ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഹ്യൂമൻസ് എല്ലാം ആദ്യം നമ്മൾ പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, നമ്മളെ ടൈപ്സ് എങ്ങനെ നടക്കണം, പ്രോസസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആൻജിയോസ്പേമായ ഫ്ലവറിന്റെ ഓരോ പാർട്സ് പഠിക്കും, സ്ട്രക്ചേഴ്സ്, ഇവന്റ്സ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സും, പിന്നെ ഈ നമുക്ക് എപ്പോമിക്സസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, അപ്പോ ഈ ആൻജിയോസ്പേംസിൽ ആരാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം, ഫ്ലവറിലാണ്. അപ്പോൾ ഈ പ്ലാന്റിൽ ഒരു സ്പെഷ്യലൈസ് സ്ട്രക്ചർ ഉണ്ട്, അതായത് ഫ്ലവറിലാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണം. ഈ ഫ്ലവറിൽ തന്നെ എന്തൊക്കെ പാർട്സ് ഉണ്ട്? നമ്മൾ +1 മറ്റേ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചതാണ്. കാലിക്സ് ഓഫ് സെപ്പൽസ്, കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ്, പിന്നെ പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള, പിന്നെ സ്റ്റേമൻസിന്റെ ആൻഡ്രേഷ്യം, പിന്നെ ഗൈനേഷ്യം ഓഫ് കാർപ്പിൾസ്. അപ്പൊ ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ആണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതിൽ എന്തൊക്കെയുണ്ട്? നമ്മളുടെ കാലിക്സ് ഉണ്ട്, കാലിക്സ് ഓഫ് സെപ്പൽസ്, പിന്നെന്താ കൊറോള ഓഫ് പെറ്റൽസ്, പിന്നെ ആൻഡ്രേഷ്യം ഓഫ് സ്റ്റേമൻസ്, പിന്നെയാണ് ഗൈനേഷ്യം ഓഫ് കാർപ്പിൾസ്. ഓക്കെ, അപ്പോ ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ജസ്റ്റ് റിവിഷനാണ്, നമ്മൾ ഈ ബേസിക് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത് നമ്മൾ +1 റിവിഷനാണ്. അപ്പോൾ ഇതിൽ ആൻഡ്രേഷ്യം ഗൈനേഷ്യത്തിനാണ് നമ്മൾ എസെൻഷ്യൽ വേർഡ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ, അത് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് റീപ്രൊഡക്ഷൻ ആണ്, എസെൻഷ്യൽ വേർഡ്സ്. ഇനി കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. ഞാൻ എഴുതി തരാം. ഫാദർ ഓഫ് പ്ലാന്റ് എംബ്രിയോളജി, അതാണ് C.F. വൂൾഫ്. അയാളാണ് നമ്മളുടെ ഫാദർ ഓഫ് പ്ലാന്റ് എംബ്രിയോളജി. ഇനി നമ്മൾ ഇന്ത്യയിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് എംബ്രിയോളജി ഉണ്ട്, അതാണ് പ്രൊഫസർ P. മഹേശ്വരി. അതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് എംബ്രിയോളജി. ഈ സാറാണ് ആക്ച്വലി ഒരു ബുക്ക് എഴുതി, ഇൻട്രൊഡക്ഷൻ ടു എംബ്രിയോളജി ഓഫ് ആൻജിയോസ്പേംസ്. ഓക്കെ, ഇനി വേറെ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ലൈൻസ് ആണ് ചോദിക്കണത്. സ്റ്റേമൻസ് കണ്ടുപിടിച്ച ആരാ? സ്റ്റേമൻസ് ആണ് മെയിൻ സെക്സ് ഓർഗൻ എന്ന് കണ്ടുപിടിച്ചത് എൻഗ്രിയൂ എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ആണ്. എൻഗ്രിയൂ ആണ് കണ്ടുപിടിച്ചത് സ്റ്റേമൻസ് ആണ് മെയിൽ സെക്സ് ഓർഗൻസ് എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം, സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഞാൻ ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് ഓവറി, അല്ലെങ്കിൽ എല്ലാം കൂടി ഗൈനേഷ്യം. ഗൈനേഷ്യത്തിൽ എന്തുണ്ട്? ഓവറി ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, പിന്നെ സ്റ്റിഗ്മ ഉണ്ട്. പിന്നെ ആൻഡ്രേഷ്യത്തിൽ ആന്തർ, ഫിലമെന്റ് ഉണ്ട്, ആന്തർ ഉണ്ട്. പിന്നെ ഇതാണ് കൊറോള അല്ലെങ്കിൽ പെറ്റൽ, ഇതാണ് കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ്. ഓക്കെ, ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ ഫ്ലവർ. അപ്പൊ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണം എങ്ങനെയാന്ന് നോക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പുതിയ ഓർഗാനിസത്തിന് ഉണ്ടാക്കുക. എങ്ങനെ? ഗാമീറ്റ്സ് ഉണ്ടാക്കിയിട്ടും ഫ്യൂസ് ചെയ്തിട്ടുമാണ് ഉണ്ടാക്കണം. അപ്പൊ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ സ്റ്റേമൻസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും കാർപ്പൽസ് ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മനസ്സിലായല്ലോ? ഇനി ഈ മെയിലും ഫീമെയിൽ ഗാമീറ്റ് മിയോസിസ് വഴി ഉണ്ടാവണം. എന്നിട്ട് ഈ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുക, അതായത് എംബ്രിയോ. ഇനി ഈ എംബ്രിയോ എങ്ങനെ ഉണ്ടാവണം? മിയോസിസും ഫെർട്ടിലൈസേഷനും എല്ലാം കഴിഞ്ഞിട്ടല്ല ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ആംഫിമിക്സിസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താ? ആൻഡ്രേഷ്യം. അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? സ്റ്റേമൻ. സ്റ്റേമന് നമുക്ക് എന്താ വേറെ പേരും പറയാം, മൈക്രോസ്പോറോഫിൽ. ഇപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് എന്ത്? ആൻഡ്രേഷ്യം. അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? സ്റ്റേമൻ. സ്റ്റേമൻ എന്താ? സ്റ്റേമൻ ഇസ് ഓൾസോ നോൺ ആസ് മൈക്രോസ്പോറോഫിൽ. അപ്പോ 6 സ്റ്റേമനാ നോർമലി ഉണ്ടാവുക. ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എന്താ? 3 പാർട്ട് ഉണ്ട്. അതായത് ഒരു ഫിലമെന്റ് ഉണ്ട്, പിന്നെ ഫ്രീ എൻഡ് ഓഫ് ഫിലമെന്റ് ആണ് ആന്തർ. ഈ ആന്തറും ഫിലമെന്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താ? ഒരു കണക്റ്റീവ് എന്ന് പറഞ്ഞൊരു ടിഷ്യൂ കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ആന്തർ, ഫിലമെന്റ്, ഇതാണ് മൊത്തം സ്റ്റേമൻ. യൂഷ്വലി ആന്തർ എന്താ? ബൈലോബ്ഡ് ആയിരിക്കും നോർമലി. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഡൈതീക്കസ്. ഈ ടേംസ് ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ എക്സ്ട്രാ ടേംസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഓരോ ആന്തറിന്റെ ലോബിൽ എന്താ? 4 പൊളൻ സാക്സ് ഉണ്ടാവും. 2 ചേംബർ, പക്ഷെ 4 പൊളൻ സാക്സ്. അപ്പൊ ഇത് നമ്മളെ ക്രോസ് സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കാണും? ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്ത്? പൊളൻ സാക്സ്. ഈ പൊളൻ സാക്സിലാണ് എന്ത്? പൊളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പൊളൻ മിയോട്ടിക് ഡിവിഷൻ ഓഫ് പൊളൻ മദർ സെൽസ് വഴിയാണ് എന്ത്? പൊളൻ സാക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ടിപ്പിക്കൽ ആന്തറിന് എന്താ? 4 പൊളൻ സാക്ക് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ? ടെട്രാസ്പൊറാൻജിയേറ്റ്. 4 പൊളൻ സാക്സ് ആണ്. അപ്പൊ അതിനെന്താ നമ്മൾ പറയും? ടെട്രാസ്പൊറാൻജിയേറ്റ്. ഡൈതീക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആന്തറിൽ 2 ലോബ് ഉണ്ട്, പക്ഷെ ഓരോ ലോബിൽ എന്താ? 4 പൊളൻ സാക്ക് ഉണ്ട്. അപ്പൊ ടെട്രാസ്പൊറാൻജിയേറ്റ് ആയി. ഇനി പൊളൻ ഗ്രെയിൻസ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവണം? പൊളൻ മദർ സെൽസ് വഴി മിയോട്ടിക് ഡിവിഷൻ. അപ്പൊ പൊളൻ മദർ സെൽസിൽ എന്ത്? മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഇതിന്നാണ് എന്തുണ്ടാവുന്നത്? പൊളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇനി ഈ മെച്യൂരിറ്റി ആവുമ്പോ എന്തുണ്ടാവും? ഇത് ഡീജനറേറ്റ് ചെയ്യും. എന്ത്? സ്റ്റെറൈൽ ടിഷ്യൂ ഡീജനറേറ്റ് ചെയ്ത് ഈ പൊളൻ സാക്ക് ഫ്യൂസ് ചെയ്യും. അത് കാരണമാണ് നമുക്ക് ഒരു ചേംബർ മാത്രമാണ് മെച്യൂരിറ്റി ഉള്ള സമയത്ത്, മെച്യൂർ ആയ സമയത്ത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇനി കുറച്ച് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നമ്മളുടെ ആന്തർ എന്താ? ഡൈതീക്കസ് ആന്തർ ആണ് നോർമൽ, വിത്ത് 4 പൊളൻ സാക്സ്, അതായത് ടെട്രാസ്പൊറാൻജിയേറ്റ്. ഇനി ചില ഫാമിലിയിൽ എന്താ? ഒരു ലോബേ കാണുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണം? മോണോതീക്കസ്. ആന്തർ ഹാസ് ഓൺലി 1 ലോബ്. അപ്പൊ അതാണ് എന്ത്? മോണോതീക്കസ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതാണ് എന്ത്? അത് ഏതൊക്കെ പ്ലാന്റ്സിലെ കാണാമോ എന്ന് വെച്ചാൽ മുരിങ്ങ, നമ്മളെ മുരിങ്ങയിലല്ലേ, അപ്പൊ അങ്ങനെ വിളിച്ചാൽ മതി. മുരിങ്ങ, പിന്നെ വുൾഫിയ, ഇവിടെയൊക്കെയാണ് എന്ത്? മോണോതീക്കസ് കാണാം. അപ്പൊ ഇതിലെന്താ? ഒരു മൈക്രോസ്പൊറാൻജിയെ കാണുള്ളൂ. അതിനെയാണ് മോണോസ്പൊറാൻജിയേറ്റ് എന്ന് പറയാം. മോണോസ്പൊറാൻജിയേറ്റ് അത് ഏതില്? ആർസിയോത്രോബിയം. ഇതിലാണ് എന്ത് കാണുക? ഒരു മൈക്രോസ്പൊറാൻജിയെ കാണുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? സ്ട്രക്ചർ ഓഫ് ആന്തർ. അപ്പൊ ആന്തർ ആക്ച്വലി എന്താ? യൂസ്പൊറാൻജിയേറ്റ് ടൈപ്പ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ആർച്ചിസ്പോറിയൽ സെൽസ് എന്നാണ് എന്ത്? ആന്തർ ഉണ്ടാവണം. ഇനി ട്രാൻസ്ഫർ സെക്ഷൻ നമ്മൾ ആന്തർ എടുത്താൽ എന്താ? ഓൾമോസ്റ്റ് സ്പെറിക്കൽ ആയിരിക്കും. അപ്പൊ ആന്തറിന്റെ വാളിൽ എന്താ? 4 ലെയേഴ്സ് ഉണ്ട്. ആന്തർ വാളിൽ എന്ത്? 4 ലെയേഴ്സ് ഉണ്ട്. 4 ലെയേഴ്സ് ആയത് എന്ത്? എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, പിന്നെ ടെപ്പീറ്റം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ? ആന്തർ വാളില് 4 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് എപ്പിഡെർമിസ് ഉണ്ടാവും നോർമലി. അത് കഴിഞ്ഞ് എപ്പിഡെർമിസിന്റെ ഉള്ളിൽ എൻഡോതീസിയം, പിന്നെ ഒരു അൺനെയിംഡ് ലെയർ ആണ് അതിന്റെ മിഡിൽ ലെയർ എന്ന് പറയാം. പിന്നെ ഏറ്റവും ഉള്ളിൽ ടെപ്പീറ്റം. അപ്പൊ എപ്പിഡെർമിസ് എന്ന ഔട്ടർ മോസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ ആയിരിക്കും. പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, തിക്ക് ആണ്. പക്ഷെ ഇത് എന്താ? എപ്പിഡെർമിസ് എന്താ? ആർച്ചിസ്പോറിയൽ ഒറിജിൻ അല്ല.
എപ്പിഡെർമിസ് എന്ന ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ആന്തറിന്റെ. അതെന്താ സിംഗിൾ തിക്ക് ആണ്, ബട്ട് എന്താ ആർച്ചിസ്പോറിൽ ഒറിജിനൽ അല്ല. ഇനി ഇതിന് അടുത്ത ലെയർ എന്താ ഞാൻ പറഞ്ഞത്, എൻഡോതീസിയം. ഓക്കെ, എൻഡോതീസിയാണ് അടുത്ത ലെയർ. എൻഡോതീസി എന്താ, അത് ആക്ച്വലി എപ്പിഡെർമിസിന്റെ ഉള്ളിലാണ്, സിംഗിൾ ലെയർ തിക്ക് ലെയർ ആണ്. സിംഗിൾ തിക്ക് ലെയർഡ്. ഇനി ഈ ആന്തർ എന്താ മെച്യൂർ ചെയ്യുമ്പോൾ കുറെ വേരിയസ് ചേഞ്ചസ് ഉണ്ടാവും വാൾസിൽ എൻഡോതീസിയത്തിന്റെ. അതാണ് ഈ ഇതിലത്തെ ഔട്ടർ വാൾ എന്താ തിൻ ആയിരിക്കും, പക്ഷെ ഇന്നർ വാൾ എന്താ തിക്ക് ആവും. കാരണം ആൽഫ സെല്ലോസ് ഫൈബേഴ്സ് ഉണ്ട്. അതായത് ഔട്ടർ വാൾ എന്തായിരിക്കും, തിൻ ആയിരിക്കും. ഇന്നർ വാൾ എന്താ തിക്ക് ആയിരിക്കും. എന്തുകൊണ്ട്? ആൽഫ സെല്ലോസ് ഫൈബേഴ്സിന്റെ തിക്കനിങ് ഉണ്ട്. ഓക്കെ, ഇനി ഈ റേഡിയൽ ബാൻഡ്സ് തിക്കനിങ് ആവാൻ കാലോസ് ബാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ചില ഈ സ്ഥലത്ത് കാലോസ് ബാൻഡ്സ് ഫൈബേഴ്സ് തിക്കനിങ് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സ്റ്റോമിയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പിഡെർമിസ് പറഞ്ഞു, എൻഡോതീസിയം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ലെയർ ആണ് മിഡിൽ ലെയർ. മിഡിൽ ലെയറിൽ എന്താ 1 to 3 സെൽ തിക് സ്ട്രക്ചർ ആണ്. ഇതിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുക ബൈ പാരൻകൈമാറ്റസ് സെൽസ് ഇൻ ദ ലെയർ. അപ്പോ മിഡിൽ ലെയർ എന്താണ്? മിഡിൽ ലെയർ കൺസിസ്റ്റ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഫുഡ് സ്റ്റോറേജ് ആണ്. ഫുഡ് സ്റ്റോർഡ് എന്താ ബൈ പാരൻകൈമാറ്റസ് സെൽസ് ഇൻ ദിസ് ലെയർ ആണ്. ഇനി ലാസ്റ്റത്തെ ലെയർ, ഇന്നർമോസ്റ്റ് ലെയർ ആണ് എന്ത്? ടെപ്പീറ്റം. ടെപ്പീറ്റം എന്താ? അത് സിംഗിൾ സെൽഡ് ആണ്, പക്ഷെ ഇന്നർമോസ്റ്റ് തിക്ക് ലെയർ ആണ്, വിച്ച് ആക്ട്സ് ആസ് ഇൻ ദ ന്യൂട്രിറ്റീവ് ലെയർ ആണ്. അപ്പൊ പോളൻ സാക്സിനെ സറൗണ്ട് ചെയ്യുന്നത് എന്താ? ടെപ്പീറ്റ് ആണ്. കാരണം ഏറ്റവും ഉള്ളിലുള്ള പോളൻ സാക്സ് ആർ സറൗണ്ടഡ് ബൈ ടെപ്പീറ്റം. പിന്നെന്താ? ഈ സെൽസ് ആക്ച്വലി ഇവരുടെ ടെപ്പീറ്റത്തിനുള്ള സെൽസ് ആക്ച്വലി ഡിപ്ലോയിഡ് ആണ് ഇനീഷ്യലി, പക്ഷെ അവർ പോളിപ്ലോയിഡ് ആകും കാരണം എൻഡോമൈറ്റോസിസ് നടക്കുന്ന കാരണം. ഈ ടെപ്പീറ്റ് ആണ് ഈ മിഡിൽ ലെയറിന് ഫുഡ് അബ്സോർബ് ചെയ്ത് എന്ത് ന്യൂട്രീഷൻ കൊടുക്കുക, മൈക്രോസ്പോർ മദർ സെൽസിനും മൈക്രോസ്പോർസിനും. ഓക്കെ, അപ്പൊ ടെപ്പീറ്റ് എന്താ? പിന്നെ വേറൊരു ഫംഗ്ഷൻ ഇത് എൻസൈംസും സെക്രീറ്റ് ചെയ്യും, ഹോർമോൺസും കാലിയേറ്റ് എൻസൈംസും. സെക്രീറ്റ്സ് hormones and calate enzymes. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയുള്ള നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചത് നമുക്ക് ഡയഗ്രാം വഴി നോക്കാം. അപ്പോ NCERT നമുക്ക് വായിക്കാൻ ഫ്ലവേഴ്സ് എന്താ? അത് ഒബ്ജക്ട്സ് ഓഫ് എസ്തെറ്റിക്, അതായത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന റൂം ഓർണമെന്റൽ ആണ്, അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്യും, കൾച്ചറൽ വാല്യൂ ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു സിമ്പിൾ ആണ് ഫ്ലവർ. അല്ല, ഒരു പോസിറ്റീവ് എനർജി, അതായത് ലവ്, എഫെക്ഷൻ, അല്ലെങ്കിൽ സങ്കടമോ ആരെങ്കിലും മരിച്ചു നമ്മൾ ഫ്ലവേഴ്സ് വെക്കില്ലേ. അപ്പൊ ഈ ഇതെല്ലാം കാരണം എന്താ? ഫ്ലവേഴ്സിന്റെ എന്താ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഹ്യൂമൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവന്റ്സ് നോക്കാം. അതായത് ഏറ്റവും ആദ്യം സ്റ്റേമൻ. അപ്പൊ സ്റ്റേമന് ടിപ്പിക്കൽ എന്താ? 2 പാർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ലോങ് ഈ സ്റ്റോക്ക് പോലത്തെ സാധനമായ എന്ത് നമ്മളുടെ ഫിലമെന്റ് ഉണ്ടാവും, പിന്നെ ടെർമിനൽ ബൈലോബ് സ്ട്രക്ചർ ആയ ആന്തർ. അപ്പൊ ആന്തർ നോർമലി ബൈലോബ്ഡ് ആണ്, അത് കാരണം ഡൈത്തീക്കസ് ആന്തർ ആണത്. ഇനി ഓരോ ഫ്ലവേഴ്സിലും എന്താ ലെങ്തും മറ്റേ നമ്പർ ഓഫ് സ്റ്റേമൻസ് എന്താ ഡിഫറെന്റ് ആണ്. അപ്പൊ ടിപ്പിക്കൽ ആൻജിയോസ്പേം ഞാൻ പറഞ്ഞത് ബൈലോബ്ഡ് ആണ്, അതായത് 2 ലോബ്, ഈ ഓരോ ലോബിലും 2 തീക്കുണ്ട്, അത് കാരണം ഡൈത്തീക്കസ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഓരോ ട്രാൻസ്ഫർ സെക്ഷൻ നമ്മൾ എടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് 4 ടെട്രാഗണൽ ഇങ്ങനെ ക്യാവിറ്റി പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിനെന്ത് പറയും? 4 മൈക്രോസ്പൊറാഞ്ചിയ. അപ്പൊ ഇതാണ് എന്ത്? 4 സൈഡഡ് സ്ട്രക്ചേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ ആണ്. അതിനെയാണ് നമ്മൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയും നോർമലി. ഈ മൈക്രോസ്പൊറാഞ്ചിയ വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പോളൻ സാക്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ലെയേഴ്സ് ഉണ്ട്, 4 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ എന്താ ഞാൻ പറഞ്ഞു? ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. എൻഡോതീസിയം എന്താ?
എൻഡോതീസിയത്തിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ല. ഇതിലാണ് ഓരോ ചേഞ്ചസ് ഉണ്ടാവുക സെൽ വോളിന്. അതായത് മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ടർ മോസ്റ്റ് വോള് തിന്നായിരിക്കും, പിന്നെ ഇന്നർ മോസ്റ്റ് വോള് തിക്കായിരിക്കും. കാരണം കാലേസ് ഡെപ്പോസിഷൻ ഒക്കെ കാരണം. അപ്പൊ ഔട്ടർ 3 ലെയേഴ്സ് എന്ത് ചെയ്യും ഫംഗ്ഷൻ, അത് ഹെൽപ്പ് ചെയ്യാൻ എന്താ ഈ പ്രൊട്ടക്ഷൻ ആയിട്ട്. പക്ഷെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ട് എപ്പീറ്റ് എന്ത് മിഡിൽ ലെയറിന് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്ത് പോളൻ ഗ്രെയിൻസിന് എന്താ ന്യൂട്രീഷൻ കൊടുക്കും. പിന്നെ ഈ വേറെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ ടെപ്പീറ്റത്തിലുള്ള സൈറ്റോപ്ലാസം ഡെൻസ് ആണ്, അവർക്ക് മോർ ദാൻ 1 ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, ഇനി മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത് എന്താ? മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത് ആന്തർ ഡെവലപ്പ് ആകുമ്പോൾ ഈ സ്പോറോജിനസ് ടിഷ്യൂ എന്താ പറയാ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് മൈക്രോസ്പോർ ടെട്രാഡ്സ് ഉണ്ടാവുന്നത്. അതായത് നമ്മളുടെ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പോളൻ സാക്ക്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ആന്തർ മുറിച്ചെടുത്ത ബൈലോബ്ഡ് ആണ്. അതിലെന്ത് 4 ചേംബർ ഉണ്ട്, പോളൻ സാക്സ്, അതിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഇനി ഇതിന് ഓരോ ലെയേഴ്സ് ഉണ്ട്. അതായത് എന്താ, ഔട്ടർ എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, പിന്നെ ടെപ്പീറ്റം എന്താ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ. ഈ മൈക്രോസ്പോർ മദർ സെൽസിന് എന്ത് കൊടുക്കും? ന്യൂട്രീഷൻ കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഈ സ്പോറോജിനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആന്തറിന്റെ മൊത്തമാണ് നമ്മൾ സ്പോറോജിനസ് ടിഷ്യൂ എന്ന് പറയണം. അപ്പൊ അവർക്ക് എന്ത് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാക്കും. ടെട്രാഡ് എന്ന് പറയുന്നത് 4 എണ്ണം. അപ്പൊ 4 പോളൻ സാക്ക് ഉണ്ടാവും. അതിൽ ഓരോ എന്താ ഒരു പൊട്ടൻഷ്യൽ പോളൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലാണ് ഇതിൽ ഓരോന്നും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽ ത്രൂ മിയോസിസ്, അതിനെന്ത് നമ്മൾ പറയും? മൈക്രോസ്പോറോജെനസിസ്. ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ. അപ്പൊ മൈക്രോസ്പോറിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ എന്താ പറയാ മൈക്രോസ്പോറോജെനസിസ്. അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്ന? പോളൻ മദർ സെൽസ് മിയോസിസ് വഴി 4 എന്താ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവും. ഇനി മൈക്രോസ്പോർസ് എന്താ 4 ഞാൻ പറഞ്ഞു ടെട്രാഡ് ആണ്, ക്ലസ്റ്റർ ഓഫ് 4 സെൽസ് ആണ്. ഇനി ഈ ആന്തർ മെച്യൂറായി എന്ന് വെച്ചാൽ വലുതായി, ഇപ്പൊ ഡീഹൈഡ്രേറ്റ് ചെയ്യും വഴി മൈക്രോസ്പോർസ് എന്താ ഡിസോസിയേറ്റ് ചെയ്യും ഓരോ അവിടുന്ന്, എന്നിട്ട് ഇൻഡിവിജ്വൽ പോളൻ ഗ്രെയിൻസ് ആയി മാറും. മനസ്സിലായല്ലോ? അതായത് ഇതെല്ലാം ഒരു എന്താ ഒരുമിച്ചാണ് ജീവിക്കുക, എന്ത് വലുതാവുന്ന വരെ. മനസ്സിലായാലും വലുതാവുന്ന വരെ അവർ ഒരുമിച്ചാ ജീവിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവർ ഡിസോസിയേറ്റ് ചെയ്യും. മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു എന്താ പോളൻ ഗ്രെയിൻസ് ആണ് വരാം. പോളൻ ഗ്രെയിൻസ് ആണ് എന്നിട്ട് എന്തുണ്ടാവുക? മെയിൽ ഗാമറ്റോഫൈറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. അതിന്നാണ് മെയിൽ ഗാമറ്റ്സ് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇതുവരെ പറഞ്ഞില്ല എല്ലാത്തിലും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. മൈക്രോസ്പോറോജെനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ആണ് മൈക്രോസ്പോറോജെനസിസ്. നമുക്ക് പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കാം. അപ്പൊ പോളൻ ഗ്രെയിൻ ആണ് ഫസ്റ്റ് സെൽ ഓഫ് എന്താ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എന്ത് തിക്ക് റിജിഡ് ആണ്, അത് നല്ല കട്ടിയുള്ളതാണ്, ഓർണമെന്റഡ് ആണ്, അതാണ് എന്താ പറയാ എക്സൈൻ. ഓക്കെ, ഇനി ഈ ലെയർ എന്താ ഫോം ചെയ്യുന്നത്? ക്യൂട്ടീൻ അല്ലെങ്കിൽ സ്പോറോപൊളൻ എന്ന മെറ്റീരിയൽസ് കൊണ്ടാണ് എന്ത് ഈ ലെയർ ഫോം ചെയ്യണം. അതായത് ക്യൂട്ടീൻ അല്ലെങ്കിൽ സ്പോറോപൊളനിൻ, മെയ്ഡ് ഓഫ് ക്യൂട്ടീൻ ആൻഡ് സ്പോറോപൊളനിൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്താ ഹൈലി റെസിസ്റ്റന്റ് ആണ്. അത് കാരണം എന്താ ഇത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഔട്ടർമോസ്റ്റ് ലെയർ എക്സൈൻസ്. ഇനി ഈ സ്പോറോപൊളനിലുള്ള കാരണമാണ് ഈ ഫോസിൽസ് ഒക്കെ ഇല്ലേ, പോളൻ ഗ്രെയിൻസിന്റെ ഫോസിൽസ് എന്താ എപ്പോഴും നമുക്ക് നല്ല ഗുഡ് കണ്ടീഷനിൽ കിട്ടും എത്ര വർഷം കഴിഞ്ഞാലും. അതായത് ഈ പെട്രോളിയം കോളൊക്കെ നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും അതേപോലെ ഇരിക്കില്ലേ, അതേപോലെ ഈ പോളൻ ഗ്രെയിൻസും ഉണ്ടാവും. അത് കാരണം ഇതിന്റെ സ്പോറോപൊളൻ എന്ന് പറഞ്ഞാൽ പൊളനിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് അതാണ് എന്ത് റെസിസ്റ്റൻസ് ഉണ്ടാക്കുക. ഇനി ഞാൻ പറഞ്ഞു ഈ ആന്തറിന്റെ മറ്റേ 4 ലെയേഴ്സ് ആയ പോളൻ മറ്റേ വോളിന് 4 ലെയേഴ്സ് ഉണ്ട്. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, ടെക്ടം അല്ലെ ടെപ്പീറ്റം. അപ്പൊ ഈ ടെപ്പീറ്റംന്നാണ് എന്ത് നമ്മുടെ പോളൻ ഗ്രെയിൻത്തെ ഇന്നർമോസ്റ്റ് ലെയർ ഉണ്ടാവുന്നത്. അതായത് അത് ആക്ച്വലി തിന്നാണ്, സോഫ്റ്റ് ഇലാസ്റ്റിക് ആണ്. അതിനെയാണ് നമ്മൾ പറയുക ഇന്റേണൽ ലെയർ. ആക്ച്വലി ഭയങ്കര കനം കുറഞ്ഞിട്ടാണ്, തിന്നാണ്, സോഫ്റ്റും ആണ്, ഇലാസ്റ്റിക്കും ആണ്. അതിനെയാണ് നമ്മൾ ഉള്ളിലുള്ളതുകൊണ്ട് ഇൻഡൈൻ എന്നാണ്, പുറത്തുള്ളതുകൊണ്ട് എക്സൈൻ. ഇതിന്റെ കോമ്പോസിഷൻ എന്താ?
ഇത് ആക്ച്വലി സെല്ലോസും പെക്ടോസെല്ലോസും ആണ്. ഓക്കെ, ഇനി ഈ ചില പോളൻ ഗ്രെയിനിൽ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും ഈ ചിലപ്പോൾ എക്സൈൻ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻടൈൻ മാത്രമേ കാണുള്ളൂ. ആ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, ജേം പോർസ് എന്ന് പറയാം. അപ്പൊ ഇൻടൈൻ ആണ് ഈ ജേം പോറിന്റെ ഉള്ളിൽ കൂടെ എന്ത് ജെർമിനേഷനായി പോളൻ ഗ്രെയിനിന്ന് പോളൻ ട്യൂബായി ഫോം ചെയ്യണം. മനസ്സിലായല്ലോ? ഫ്യൂ പ്ലേസസ് ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മളെ പോളൻ ഗ്രെയിനിൽ. അവിടെ എന്താ ഈ ഔട്ടർ എക്സൈൻ എന്താ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഒരു തിൻ ലെയർ ആയിട്ട് മാത്രമേ കാണുള്ളൂ. ഈ തിൻ ലെയറിന്റെ ഇടയിൽ കൂടെ ഉള്ള സ്പേസസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, ജേം പോർ. അപ്പൊ ഈ ജേം പോറിന്റെ ഉള്ളിൽ കൂടെയാണ് എന്ത് ഇൻടൈൻ ചിലപ്പോ ഒരു ജേം പോറിന്റെ ഉള്ളിൽ കൂടെ വന്ന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ഗ്രെയിനിൽ എന്ത് പോളൻ ട്യൂബ് ഉണ്ടാക്കും. പോളൻ ട്യൂബ് മനസ്സിലായല്ലോ? പോളൻ ട്യൂബ് വഴിയാണ് ഇത് ഫോം ചെയ്യണം. ഇനി ഈ ജേം പോറിന്റെ നമ്പറും സ്ട്രക്ചർ എന്താ, ടാക്സ് നമുക്ക് ആക്ച്വലി ക്ലാസിഫിക്കേഷന് സഹായിക്കാവുന്ന ഒരു ഫീച്ചറാണ് ടാക്സോണമിക്ക്. ഇനി സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻസിനെയാണ് പാലിനോളജി എന്ന് പറയാം. അതാണ് എന്ത് പാലിനോളജി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസിന് സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫീമെയിൽ ഗൈനേഷ്യത്തിൽ ലാൻഡ് ചെയ്യണതിനാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയാം. ഈ പോളിനേഷൻ പല മെത്തേഡ്സ് ഉണ്ടാവും. പല മെത്തേഡ്സ് ഒരു എത്തും. ചിലർ ഇൻസെക്ട്സ് വഴി, ചിലർ വെള്ളം വഴി, എയർ വഴിയൊക്കെ അവിടെ പോയി നിൽക്കാം. അപ്പോൾ ഈ ഇൻസെക്ട്സ്, ഈ ഏതൊക്കെ പ്ലാന്റ്സിൽ ഇൻസെക്ട്സ് വഴി പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ആവണം, ഈ പോളൻ ഗ്രെയിൻസിന് ഒരു ഓയിലി തിക്ക് സ്റ്റിക്കി ലെയർ ഉണ്ടാവും. അതായത് ഇൻസെക്ട്സിന് ഒട്ടിപ്പിടിച്ച അവരവിടെ വന്ന് നിന്നു. ഇനി ഇൻസെക്ട്സിന് പറക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് അവരുടെ കാലിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അവരിനി മറ്റോടത്ത് പോയിരിക്കുമ്പോൾ, സ്റ്റിഗ്മയിൽ പോയിരിക്കുമ്പോൾ അത് അവിടെ ലോഡ്ജ് ചെയ്യും നമ്മളെ പോളൻ ഗ്രെയിൻ. ഇതിനെയാണ്, ഈ സ്റ്റിക്കി ലെയറിനെയാണ് പോളൻ കിറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അവർക്കൊരു തിക്ക് ഓയിലി ലെയർ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പോളൻ കിറ്റ്. മനസ്സിലായല്ലോ? ഈ പോളൻ കിറ്റിൽ ആക്ച്വലി തിക്ക് ഓയിലി ആവണമെങ്കിൽ ലിപ്പിഡ്സ് ഉണ്ടാവും. ലിപ്പിഡ്സും കെരോട്ടിനോയിഡ്സ് ഉണ്ടാവും. കെരോട്ടിനോയിഡ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, കളർഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഈ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. പല ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് പോളൻ ആർക്കാണ്, അത് മിറാബിലിസ് എന്ന് പറഞ്ഞ പ്ലാന്റിനാണ് ലാർജസ്റ്റ് പോളൻ. ഏറ്റവും ചെറിയ പോളൻ മയോസോട്ടിസ് എന്ന് പറഞ്ഞ പ്ലാന്റിലാണ്. സ്മോളസ്റ്റ് പോളൻ മയോസോട്ടിസിന്റെ ആണ്. ലോങ്സ്റ്റ് പോളൻ സോസ്ട്രേഡ്. ലാർജസ്റ്റും ലോങ്സ്റ്റും വ്യത്യാസമുണ്ട്. ഇനി ചിലതിൽ 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് ഉണ്ടാവും പോളനില്, ഹയാസിന്തസിൽ കാണുന്ന പോലത്തെ. അതിനെയാണ് നമ്മൾ നെമക് ഫിനോമിന എന്ന് പറയും. കാരണം അത് നെമക് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഡിസ്കവർ ചെയ്തത്. ഇതിനെയാണ് നമ്മൾ നെമക് ഫിനോമിന എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് വരെയുള്ള നമുക്ക് ഇതിലേക്ക് നോക്കാം NCERT-യില്. അതിന് മുമ്പ് ഞാൻ അത് ആൻസർ മൊത്തം വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനി ഞാൻ പറഞ്ഞു ആന്തർ മെച്യൂർ ആയി കഴിഞ്ഞാൽ ഈ കുറച്ച് ചേഞ്ചസ് നടക്കുമ്പോൾ ആന്തറിന്റെ വോൾസിൽ. അപ്പൊ ഏറ്റവും ആദ്യം മിഡിൽ ലെയർ ഡീജനറേറ്റ് ചെയ്യും. കാരണം ഈ ടെപ്പീറ്റ എല്ലാ ഫുഡ് വലിച്ചെടുക്കും. അപ്പം മിഡിൽ ലെയർ പോവും. ഇനി പോളൻ സാക്കിന്റെ ഉള്ളിൽ മൈക്രോസ്പോർസ് ഉണ്ടായ സമയത്ത് ഈ നമ്മളുടെ ടെപ്പീറ്റവും ഡീജനറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളെ മെച്യൂർ ആന്തറിൽ അവസാനം 2 ലെയേഴ്സേ ബാക്കി ഉണ്ടാവുള്ളൂ. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം. അതായത് എപ്പിഡെർമിസും എൻഡോത്തീസിയും. നമ്മളുടെ പോളൻ സാക്സിന്റെ ഇടയിൽ കുറച്ച് സ്റ്റെറൈൽ ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇത് ഡീജനറേറ്റ് ചെയ്യും. സ്റ്റെറൈൽ ടിഷ്യൂസ് ഡീജനറേറ്റ് ചെയ്ത ഈ പോളൻ സാക്സ് ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ പോളൻ സാക്ക് ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇനി ഈ ഡ്രൈ സീസണിൽ ഈ വെള്ളം ലോസ് ഓഫ് വാട്ടർ കാരണമാണ് നമ്മളുടെ എൻഡോത്തീസിയത്തിൽ നിന്ന് ലോസ് ഓഫ് വാട്ടർ ഉണ്ടായ കാരണം ഡെഹിസൻസ് നടക്കും ആന്തറിന്റെ. ഓക്കെ, ഡെഹിസൻസ് നടക്കണ പ്ലെയിൻ ഇപ്പൊ പല ടൈപ്പ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആവാം, ട്രാൻസ്വേഴ്സ് ആവാം, വാൽവുലർ ആവാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ മെച്ചുറേഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞു പല ചേഞ്ചസ് നടക്കും. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മിഡിൽ ലെയർ ഡീജനറേറ്റ് ചെയ്യും.
മിഡിൽ ലെയർ ഡീജനറേറ്റ് ചെയ്യാൻ കാരണം എന്താ? ടെപ്പീറ്റം മിഡിൽ ലെയറിൽ നിന്നാണല്ലോ ഫുഡ് അബ്സോർബ് ചെയ്യണം. അപ്പൊ ഫുഡ് അബ്സോർബ് ചെയ്ത് മിഡിൽ ലെയറിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മിഡിൽ ലെയർ എന്താ ഡീജനറേറ്റ് ചെയ്യും. അവർക്ക് വേറെ ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോസ്പോർസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ടെപ്പീറ്റം എന്താ ഡീജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഡീജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവസാനം എന്താ? മെച്ചുവർ ആന്തറിൽ ഫൈനലി എത്ര? 2 ലെയേഴ്സേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ എപ്പിഡെർമിസും എൻഡോത്തീസിയും. ഓക്കെ, ഇനി എന്താ? നമ്മൾ മൈക്രോ ഗാമറ്റോജെനസിസ്, അതായത് പോളൻ സാക്ക് ഉണ്ടായി, പോളൻ ഗ്രെയിൻ ഉണ്ടായി. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ മൈക്രോസ്ഫിയർ ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇനി ഇതിന്ന് ജെർമിനേഷൻ നടന്ന പോളൻ ഗ്രെയിൻ എന്തുണ്ടാകും? പ്രിക്കോഷ്യസ് ഡെവലപ്മെന്റ് നടക്കും അവിടെ. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ ആക്ച്വലി എന്താ? പോളൻ സാക്കിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇൻസെക്ടു ഡെവലപ്മെന്റ് എന്ന് പറയും. അപ്പൊ പ്രീ പോളിനേഷനും ഡെവലപ്മെന്റും എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മളുടെ പോളൻ ഗ്രെയിനിലെ ന്യൂക്ലിയസ് എന്താ? മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത്. പക്ഷെ ഈക്വൽ ഡിവിഷൻ അല്ല, അൺഈക്വൽ ഡിവിഷൻ ആണ്. അൺഈക്വൽ ഡിവിഷൻ ആയതുകൊണ്ട് എന്താ? അതിന്റെ സൈസ് ഓഫ് ന്യൂക്ലിയസ് രണ്ടിന്റെയും സെയിം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഏതിന്റെ ചെറിയ സ്മോൾ ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ബിഗ് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ സ്മോൾ ന്യൂക്ലിയസ് എപ്പോഴും വോളിന്റെ അടുത്തായിരിക്കും കാണുക പോളൻ ഗ്രെയിനിന്റെ. അപ്പൊ അതിനെയാണ് നമ്മൾ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയാം. പിന്നെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണുന്നതാണ് ലാർജ് ന്യൂക്ലിയസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്യൂബ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. ഇനി ഈ 2 ന്യൂക്ലിയസ് എന്താ? സൈറ്റോപ്ലാസമായി സറൗണ്ട് ചെയ്ത് എന്താ അവർ ഡെൻസ് ആയി മാറും. എന്നിട്ട് വീണ്ടും എന്താ 2 അൺഈക്വൽ സൈസ് സെൽസ് ഉണ്ടാക്കും. ഇപ്പൊ ലാർജ് സെല്ല് ഇപ്പോഴും ലാർജ് ന്യൂക്ലിയസിലല്ല വരിക. അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. സ്മോൾ സെൽ ഇൻ വിച്ച് സ്മോൾ ന്യൂക്ലിയസ് ഇസ് പ്രസന്റ്, അതിനെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്ന് പറയും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻ എന്താ? ബൈന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ആൻജിയോസ്പോമിൽ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ? ഈ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. നമ്മൾ പോളൻ ഗ്രെയിനിൽ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് നടക്കും. അതിനെയാണ് നമ്മൾ എൻഡോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേജ് ഓഫ് പോളൻ ഗ്രെയിൻ ആക്ച്വലി ഇൻമെച്യൂർ അല്ലെങ്കിൽ പാർഷ്യലി ഡെവലപ്ഡ് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഇനി പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ? ഈ പോളൻ ഗ്രെയിനിന്റെ ഡെവലപ്മെന്റ് സ്റ്റിഗ്മയുടെ മുകളിൽ നടക്കുക. അപ്പൊ എന്ത് ചെയ്യും? പോളൻ മറ്റേ സ്റ്റിഗ്മേന്ന് നമ്മൾ വെള്ളവും ഷുഗർ കണ്ടൻസും അബ്സോർബ് ചെയ്യും. അപ്പൊ അത് അബ്സോർബ് ചെയ്യുന്ന കാരണം നമ്മളുടെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ വോളിയം കൂടും നമ്മുടെ സൈറ്റോപ്ലാസത്തിലുള്ള. അങ്ങനെ എന്തുണ്ടാവും? ഈ സൈറ്റോപ്ലാസത്തിന്റെ വോളിയം കൂടിയ ഈ ഔട്ടർ ലെയേഴ്സിന് പ്രഷർ എക്സേർട്ട് ചെയ്യില്ലേ? അത് കാരണം എന്താ? ഈ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഈ ചില ഏരിയാസിൽ എക്സൈൻ എന്ന ലെയർ ഇല്ലേ പോളൻ ഗ്രെയിനിന്. അപ്പൊ ഈ ഇൻടൈൻ ജേം പോറിനെ കൂടെ പുറത്തിറങ്ങും. എന്നിട്ട് പോളൻ ട്യൂബ് ഫോം ചെയ്യും. ആ പോളൻ ട്യൂബ് ആണ് എന്താ പറയാ? സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഒരു ഫിലമെന്റ് പോലെ സ്ട്രക്ചർ ഇല്ലേ? അതായത് സ്റ്റൈലിൽ കൂടെ പോയി ഓവറിയിലെത്തും. മനസ്സിലായല്ലോ? ഇനി പോളൻ ട്യൂബിനുള്ളിൽ ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 നോൺ മൊട്ടൈൽ മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. ഈ മെയിൽ ഗാമറ്റോഫൈറ്റ് ആക്ച്വലി അപ്പൊ 3 സെൽ സ്ട്രക്ചർ ആണ്. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗാമീറ്റും. അപ്പൊ ഈ 3 സെൽ സ്റ്റേജ് ആണ് നമ്മളുടെ എന്താ? മെച്യൂർ മെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പോമായി എന്താ പറയാ റെപ്രസെന്റ് ചെയ്യണം. ലോങ്സ്റ്റ് പോളൻ ട്യൂബ് സീമേസ് എന്ന് പറഞ്ഞ പ്ലാന്റിലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പ്രീ പോളിനേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, പോസ്റ്റ് പോളിനേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രീ പോളിനേഷൻ ഡെവലപ്മെന്റ് നോക്കാം ആദ്യം. അപ്പൊ ഏറ്റവും ആദ്യം എന്താ? ഒരു ന്യൂക്ലിയസ് എന്താ? അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷനായി എന്താ പറയാ ഡിവൈഡ് ചെയ്യും. അൺഈക്വൽ മൈറ്റോട്ടിക് ഡിവിഷനായി ഡിവൈഡ് ചെയ്ത് എന്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാവും. സ്മോൾ ന്യൂക്ലിയസും ഒരു ബിഗ് ന്യൂക്ലിയസും. അപ്പൊ സ്മോൾ ന്യൂക്ലിയസ് എന്താ? ആക്ച്വലി വോളിന് അടുത്തായിരിക്കും. അതിനെയാണ് നമ്മൾ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ട്, അതായത് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്താ? ലാർജ് ന്യൂക്ലിയസ്. അത് ആക്ച്വലി സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ. ഇനി ഇതിന് ന്യൂക്ലിയസിന്റെ സെല്ലും ജനറേറ്റീവ് സെല്ലും ആണ്, വെജിറ്റേറ്റീവ് സെല്ലാണ്. ഓക്കെ. ഇനി പോളൻ ഗ്രെയിൻസ് എന്താ? ബൈ ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആണ്. ഞാൻ പറഞ്ഞു ഈ ന്യൂക്ലിയസ് ലേറ്റർ ഫോംസ്. ഞാൻ പറഞ്ഞു ഇതെന്ത് ലേറ്റർ ഫോംസ്? ജനറേറ്റീവ് സെൽ. ഇതെന്ത് ഫോം ചെയ്യും? വെജിറ്റേറ്റീവ് സെൽ. ഇതെല്ലാം ഒരു പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലാണ് കേട്ടോ.
അപ്പൊ അത് കാരണം എന്താ, ഇമ്മച്യൂർ പോളൻ ഗ്രെയിൻ എന്താ ആക്ച്വലി ബൈസെൽഡ് ബൈന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആണ്. ഇതിന്നാണ് എന്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടാക്കുക. ഗാമറ്റോഫൈറ്റ് നമ്മളെ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ എൻഡോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയും. ഇതാണ് നമ്മളെ ഇമ്മച്യൂർ അല്ലെങ്കിൽ പാർഷ്യലി ഡെവലപ്ഡ് മെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പൊ ഇത് ബൈസെൽഡും ബൈന്യൂക്ലിയേറ്റ് സ്റ്റേജിലാണ് എന്ത് ഉണ്ടാവുന്നത്, ഡെവലപ്മെന്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, എൻഡോസ്പോറിക് ഡെവലപ്മെന്റ്. ഇനി നമ്മൾ ഇതെന്താ പോളൻ ഗ്രെയിൻ ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇത് ഇമ്മച്യൂർ ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇനി ഇത് നമ്മൾ ഇൻസെക്ട് എന്ത് വഴി പല മെത്തേഡ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്, അത് സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത് പോസ്റ്റ് പോളിനേഷൻ എന്ത് ഡെവലപ്മെന്റ്. പോസ്റ്റ് പോളിനേഷൻ ഡെവലപ്മെന്റിന് എന്തുണ്ടാവും, ഈ ബാക്കിയുള്ള പോളൻ ഗ്രെയിൻ ഇല്ലേ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യും. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എന്താ വാട്ടർ അബ്സോർബ് ചെയ്യും, വാട്ടറും ഷുഗറും. അപ്പൊ എന്താ സൈറ്റോപ്ലാസ്മിക് വോളിയം ഇൻക്രീസ് ചെയ്യും. സൈറ്റോപ്ലാസ്മിക് വോളിയം ഇൻക്രീസ് ചെയ്ത ഇതെന്താ വോൾസിന് എന്താ പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ ഈ പ്രഷർ കാരണമാണ് ഇൻടൈൻ ആണ് എന്താ നമ്മളുടെ ജേം പോറിന്റെ ഉള്ളിൽ കൂടെ പോളൻ ട്യൂബ് ഉണ്ടാവും. ഈ പോളൻ ട്യൂബാണ് നമ്മളുടെ ഇവിടെ സ്റ്റൈല് വഴി ഓവറിയുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഒരു പോളൻ ട്യൂബിൽ എന്താ ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും ഇനി വീണ്ടും ഇതിന്റെ ഉള്ളിൽ പോസ്റ്റ് പോളിനേഷൻ എന്താ ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് രണ്ട് നോൺ മൊട്ടൈൽ മെയിൽ ഗാമറ്റ് ഫോം ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾ പറയാം ഒരു മെച്യൂർ മെയിൽ ഗാമറ്റോഫൈറ്റിൽ ഇനി എന്തൊക്കെ ഉണ്ട്. ഫൈനലി ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തു, രണ്ടും നോൺ മൊട്ടൈൽ മെയിൽ ഗാമറ്റ്സ് ആയി. പക്ഷെ ആ വെജിറ്റേറ്റീവ് സെല്ലിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ ഒരു മെച്യൂർ മെയിൽ ഗാമറ്റോഫൈറ്റിൽ എന്തൊക്കെ സെല്ല് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 3 സെല്ല്. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, പിന്നെ 2 മെയിൽ ഗാമീറ്റ്സും കാണും. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ലോങ്സ്റ്റ് പോളൻ ട്യൂബ് ഗ്രെയിൻ അല്ല പോളൻ ട്യൂബ് സീമേസിലാണ് കാണുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് എന്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്ലാന്റ്സിൽ. അപ്പൊ ഇതുവരെ നമ്മളുടെ പോളൻ ഗ്രെയിൻ നമ്മളുടെ ഓവറിയുടെ ഉള്ളിൽ എത്തി. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടാവും നമുക്ക് അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇത് നമുക്ക് NCERT നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിർത്തിയ പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചേഴ്സ് പറഞ്ഞില്ല, അപ്പൊ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പോളൻ ഗ്രെയിൻസ് ജനറലി 25 to 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ്. 2 ലെയർ ഉണ്ടെന്നാണോ, ഔട്ടർ മോസ്റ്റ് ഹാർഡ് എക്സൈൻ മെയ്ഡ് ഓഫ് സ്പോറോപൊള്ളിനൻ. കാരണം അത് കാരണമാണ് ഇത് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. ഇതിന് ഒരു എൻസൈമിന് ഡീഗ്രേഡ് ചെയ്യാൻ സഹായിക്കില്ല. അത് കഴിഞ്ഞ് പോളൻ ഗ്രെയിനിൽ എക്സൈനിൽ എന്താ കുറച്ച് എപ്പേർച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജേം പോസ്, അവിടെ സ്പോറോപൊള്ളിനിൻ ആബ്സെന്റ്. ഇതിൽ കൂടെയാണ് നമ്മളുടെ ഇൻടൈൻ ജേർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബായി മാറുന്നത്. ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ എന്താ, അതാണ് നമ്മൾ ഇൻടൈൻ. അത് തിൻ കണ്ടിന്യൂസ് ലെയർ മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്ടിൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞ. ഇനി പോളൻ ഗ്രെയിൻ മെച്യൂർ ആകുമ്പോൾ 2 സെല്ലുണ്ട്, വെജിറ്റേറ്റീവും ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെൽ ബിഗർ ആണ്, അബൻഡന്റ് ഫുഡ് റിസർവ് ഉണ്ട്, ഇറഗുലർ ഷേപ്പ് ന്യൂക്ലിയസും ആണ്. പക്ഷെ ജനറേറ്റീവ് സെൽ ഞാൻ പറഞ്ഞു സൈറ്റോപ്ലാസം കാണാന്ന് പറഞ്ഞു. അപ്പൊ അത് സ്പിൻഡിൽ ഷേപ്ഡും ആണ്. ഇനി പോളൻ ഗ്രെയിൻസ് ഇപ്പൊ നമുക്ക് കുറെ അലർജീസ് ഒക്കെ അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്തമ ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ പാർത്തീനിയം അല്ലെങ്കിൽ കാരറ്റ് ഗ്രാസ് ആണ് ഇന്ത്യയിൽ വന്നിരുന്നത്, ഒരു കണ്ടാമിനന്റ് ആയിട്ട് ഇമ്പോർട്ടഡ് വീറ്റ്. അത് കാരണം കുറെ അലർജി ഉണ്ടായിരുന്നു നമ്മളുടെ പ്രീ ഇൻഡിപെൻഡൻസ് സമയത്ത്. പിന്നെ പോളൻ ഗ്രെയിൻസിന് വേറെ യൂസസ് ഉണ്ട്, അതായത് ന്യൂട്രിയൻസ് റിച്ച് ആണ്. അപ്പൊ അത് നമുക്ക് ഫുഡ് സപ്ലിമെന്റ്സും ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ കൺട്രീസിൽ ഇതിന്റെ പോളൻ ഗ്രെയിൻസിന്റെ ടാബ്ലറ്റ്സും സിറപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് കാരണമാണ് ഇതിന്റെ നമ്മളുടെ അത്ലീറ്റ്സിന്റെ പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഈ പോളൻ ഗ്രെയിൻ എത്ര സമയം വരെ വയബിൾ ആവുക അറിയോ? അപ്പോ അത് ആക്ച്വലി നമ്മളുടെ ടെമ്പറേച്ചർ, പുറത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ അനുസരിച്ചാണ് ഇവരുടെ വയബിലിറ്റി നമുക്ക് പറയാൻ പറ്റുക. ചില സീരിയൽസ് ആയ റൈസും വീറ്റിനും പോളൻ ഗ്രെയിൻ 30 മിനിറ്റിൽ വയബിലിറ്റി ലൂസ് ചെയ്യും. പക്ഷെ ചില മെമ്പേഴ്സ് ആയ റോസേസി, ലെഗുമിനോസി അല്ലെങ്കിൽ സോളനേസിയിൽ വയബിലിറ്റി മന്ത്സ് ആണ്. ഇതൊരു നീറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ്. ഈ വയബിലിറ്റിയുടെ സമയവും ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കണം. ഈ നമുക്ക് പോളൻ ഗ്രെയിൻസ് ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതായത് നമ്മളുടെ ഹ്യൂമൻസിന് സ്പേംസ്
ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അതുപോലെ എന്താ പറയാ, നമുക്ക് പോളൻ ഗ്രെയിൻസിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ലിക്വിഡ് നൈട്രോജൻ എത്ര ഡിഗ്രി സെൽഷ്യസ്, -196 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർഡ് പോളൻ ബാങ്ക്സ് നമുക്ക് പോളൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ സീഡ് ബാങ്ക്സ് എന്ന് വാങ്ങി നമുക്ക് പോളിനേഷൻ നടത്താം. ഇനി നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന മെയിൻ ഗാമറ്റോഫൈറ്റ് പോളിനേഷൻ എങ്ങനെ നടക്കുന്നു, പല ടൈപ്പ് ഓഫ് പോളിനേഷൻ ഉണ്ട്, ഏജൻസ് ഓഫ് പോളിനേഷൻ, അത് കഴിഞ്ഞ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് നോക്കണം, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ, പാർത്തനോകാർപ്പി, സീഡ്. അപ്പൊ ഇത് ആക്ച്വലി ഭയങ്കര വലിയ ചാപ്റ്റർ, എപ്പോമിക്സിസ്, പോളി എംബ്രിയോണി. ഓക്കെ, അപ്പൊ ഇത് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഈസിയുമാണ്. ഞാൻ ഇന്ന് പഠിപ്പിച്ചതൊന്ന് സമ്മറൈസ് ചെയ്തുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഫസർ പി മഹേശ്വരി. പ്രൊഫസർ പി മഹേശ്വരി എന്ന ഫാദർ ഓഫ് പ്ലാന്റ് എംബ്രിയോളജി ആണ് ഇന്ത്യയിലത്തെ. അപ്പൊ സാർ ആക്ച്വലി എന്താ, ഒരു ഡോക്ടർ ഡബ്ല്യു ഡഡ്ജ് എന്നാണ് അമേരിക്കൻ മിഷണറി ടീച്ചർ ഉണ്ടായിരുന്നു. ആ സാറിന് ഈ ബോട്ടണി മോർഫോളജി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇവര് സാറ് എൻകറേജ് ആയി എംബ്രിയോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പഠിച്ചത്. സാറാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെയാണ് ഈ എംബ്രിയോളജിയിൽ റിസർച്ച് നടക്കും, ടിഷ്യൂ കൾച്ചേഴ്സ് ഒക്കെ നടക്കുന്നത്. പിന്നെ സാറിന് മറ്റേ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ FRS കിട്ടിയിരുന്നു, പിന്നെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി, ബാക്കി പല വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി വായിക്കുന്ന ഈ NCERT ഇല്ലേ, ഈ NCERT ഫസ്റ്റ് ബയോളജി ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാക്കിയത് ആരാ, നമ്മളുടെ പി മഹേശ്വരി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു, പിന്നെ പോളൻ സാക്കിന്റെ വാൾസ് പഠിച്ചു, പിന്നെന്താ പഠിച്ചത്. ഓക്കെ, പിന്നെ ഞാൻ എന്താ പറഞ്ഞ നമ്മളുടെ പോളൻ ഗ്രെയിനിൽ എക്സൈൻ, എക്സൈനിൽ സ്പോറോപോളിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് ഫോസിൽ പോലെ ആണ് നമ്മൾ ആക്ട് ചെയ്യുക. പിന്നെ പല ടൈപ്പിൽ ലാർജസ്റ്റ് പോളൻ എവിടെ, സ്മോളസ്റ്റ് പോളൻ എവിടെയാ, അതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്, ഇതെല്ലാം ഞാൻ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഒക്കെ പഠിപ്പിക്കും ഞാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.